നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുണ്യമാസത്തിൽ ഭക്തിയുടെയും സംഗീതത്തിന്റെയും പുതിയൊരു ലോകം തീർത്ത് തൃപ്രയാറിലെ ഒരു കൂട്ടം അമ്മമാർ. നാലമ്പല തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ പരിശോധിക്കാൻ തൃപ്രയാർ ക്ഷേത്രത്തിൽ തൃശൂർ റൂറൽ SP സന്ദർശനം നടത്തി. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം ശനിയാഴ്ച നടക്കും. വാർത്തകൾ വിശദമായി. വാർദ്ധക്യത്തിന്റെ വിരസതകളിലേക്ക് ഒതുങ്ങാതെ ഭക്തിയുടെയും സംഗീതത്തിന്റെയും പുതിയൊരു ലോകം തീർക്കുകയാണ് തൃപ്രയാറിലെ ഒരു കൂട്ടം അമ്മമാർ. വാർദ്ധക്യത്തിന്റെ വിരസതകളിലേക്കൊതുങ്ങാതെ ഭക്തിയുടെയും സംഗീതത്തിന്റെയും പുതിയൊരു ലോകം തീർക്കുകയാണ് തൃപ്രയാറിലെ ഒരു കൂട്ടം അമ്മമാർ. നടനസാത്വിക നൃത്തവിദ്യാലയത്തിന് കീഴിലുള്ള ശ്രീരാഘവീയം ഭജൻസ് എന്ന കൂട്ടായ്മയിലൂടെ ഈ കർക്കടക മാസത്തിൽ 31 ക്ഷേത്രങ്ങളിൽ ഭജന പാടാനൊരുങ്ങുകയാണ് ഈ അമ്മ മനസ്സുകൾ. പ്രായം കേവലം അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കുകയാണ് തൃപ്രയാറിലെ ഈ അമ്മമാർ. വിശ്രമജീവിതം നയിക്കേണ്ട പ്രായത്തിൽ ഇവർ കൈത്താളമിടുന്നത് ഭഗവത് കീർത്തനങ്ങൾക്കാണ്. ഗുരു ഉഷ ഫ്രെഡിയുടെ നേതൃത്വത്തിൽ നടനസാത്വിക നൃത്തവിദ്യാലയത്തിൽ രൂപം കൊണ്ട ശ്രീരാഘവീയം ഭജൻസ് തൃപ്രയാർ എന്ന ഈ കൂട്ടായ്മ ഈ രാമായണ മാസത്തിൽ ഒരു അപൂർവ ഭക്തി സമർപ്പണത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ശ്രീരാഘവീയം ഭജൻസ് എന്ന തൃപ്രയാർ ഒരു അമ്മമാരുടെ കൂട്ടായ്മയാണിത്. കഴിഞ്ഞ 8 മാസത്തോളമായി ഭജൻ പ്രാക്ടീസായിട്ട് ഇങ്ങനെ പോണു. ഇപ്പൊ കർക്കിടക മാസമായിട്ട് 31 ക്ഷേത്രങ്ങളിൽ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ 31 ക്ഷേത്രങ്ങളിൽ ഏകദേശം 12ഓളം പേരുള്ള അമ്മമാര് ഭജന അവതരിപ്പിക്കുകയാണ്. ആരും ശാസ്ത്രീയമായി പഠിച്ചവരാരുമില്ല. റിട്ടയർഡ് ടീച്ചേഴ്സും ഹൗസ് വൈഫ്സും അങ്ങനെയുള്ളവരാണ്. 50 വയസ്സിൻ്റെ ഏകദേശം തൊട്ട് 72 വയസ്സ് വരെയുള്ള അമ്മമാരുടെ ഒരു കൂട്ടായ്മ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രം, തൃക്കൂര് മഹാദേവ ക്ഷേത്രം, ഈ 3 ക്ഷേത്രങ്ങൾ മാത്രമാണ് ദൂരേക്ക്. ബാക്കിയെല്ലാം നമ്മുടെ ഈ തൃപ്രയാർ ദേശത്തുള്ള ക്ഷേത്രങ്ങളാണ്. ഈ സറൗണ്ടിങ്സിലുള്ള ക്ഷേത്രങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. തുടക്കം തിരുവാണിക്കാവിൽ നിന്നും അവസാനിക്കുന്നത് തട്ടാടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു തുടക്കം രാമായണ മാസക്കാലത്ത്. കഴിഞ്ഞ 8 മാസമായി തുടരുന്ന കഠിനമായ പരിശീലനത്തിനൊടുവിലാണ് ഈ അമ്മമാർ ക്ഷേത്രമുറ്റങ്ങളിൽ നാദവിസ്മയം തീർക്കാൻ ഒരുങ്ങിയിറങ്ങിയിരിക്കുന്നത്. 50 വയസ്സ് തൊട്ട് 72 വയസ്സ് വരെയുള്ള 12 അമ്മമാരാണ് ഈ സംഘത്തിലുള്ളത്. വിരമിച്ച അധ്യാപകരും വീട്ടമ്മമാരുമടങ്ങുന്ന ഈ കൂട്ടായ്മയിൽ ആരും തന്നെ ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചവരല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഉള്ളിലെ ഈശ്വരവിശ്വാസവും ഒന്നിച്ചു പാടണമെന്ന ആഗ്രഹവും മാത്രമാണ് ഈ പ്രായത്തിലും ഇവരെ ഒരുമിപ്പിച്ചത്. തങ്ങൾക്കു കിട്ടിയ വലിയൊരു അനുഗ്രഹമായാണ് ഉഷ ടീച്ചറുടെ ശിക്ഷണത്തെ ഇതിലെ അംഗങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഉഷ ടീച്ചർ. പിന്നെ പറയുകയാണെങ്കിൽ പാട്ടൊന്നും പഠിച്ചിട്ടുള്ളവരല്ല ഞങ്ങൾ. 50 വയസ്സ്, ഞാനിപ്പോൾ 72 വയസ്സായി. ഇത്രയും പ്രായത്തിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഓരോന്നിലും പങ്കെടുക്കാനൊക്കെ ഉള്ള ഭാഗ്യം സിദ്ധിച്ചു. ഇവരെല്ലാവരും വളരെ റിട്ടയർ ചെയ്തവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതൊരു ഭയങ്കര അനുഗ്രഹം. ഇതുപോലെ കർക്കിടക മാസത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് വളരെ ഈശ്വരൻ്റെ അനുഗ്രഹം തന്നെ. അതേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
വിരമിച്ച ശേഷമുള്ള ജീവിതത്തിൽ ഈ കർക്കടക മാസത്തിൽ 31 ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാനു മുന്നിൽ ഭജന പാടാൻ കഴിയുന്നത് വലിയൊരു ഈശ്വരാനുഗ്രഹമായി ഇവർ കരുതുന്നു. കർക്കടക മാസം 1-ാം തീയതി മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ 31 പ്രധാന ക്ഷേത്രങ്ങളിലാണ് ഈ അമ്മമാർ ഭജന അവതരിപ്പിക്കുന്നത്. പെരുങ്ങോട്ടുകര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രമുറ്റത്ത് നിന്നാണ് ഈ ഭക്തിയാത്ര ആരംഭിക്കുന്നത്. പുന്നപ്പള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്രം മേൽശാന്തി പ്രവീൺ തിരുമേനിയും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഈ പുണ്യകർമ്മത്തിന് തുടക്കം കുറിക്കും. തട്ടാടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് ഭജന പരമ്പര സമാപിക്കുക. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രം, തൃക്കൂർ മഹാദേവ ക്ഷേത്രം തുടങ്ങിയ പ്രശസ്തമായ പുണ്യസങ്കേതങ്ങളിലും ഇവർ ഭജനാലാപനം നടത്തും. ഉടുക്കാശാനായ രാജേഷ് ചേരൂരും തബല ആർട്ടിസ്റ്റ് ഹരി പുല്ലൂരും ഡോളക്കിൽ ബാബുരാജ് കേച്ചേരിയും ചേർന്ന് അമ്മമാർക്ക് പശ്ചാത്തല സംഗീതമൊരുക്കും. ഇദ്ദേഹം ഉടുക്ക് ആശാനാണ്, രാജേഷ് ചേരൂര്. ഹരിയേട്ടൻ പുല്ലൂരാണ്. ഹരിയേട്ടനാണ് തബല സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണത്. പിന്നെ ഡോലക്കില് ഞങ്ങള് ശ്രീ ബാബുരാജ് കേച്ചേരി അദ്ദേഹം ഉണ്ട്. രാമായണ മാസത്തിന്റെ പുണ്യത്തിലേക്ക് കേരളക്കര ഉണരുമ്പോൾ വാർദ്ധക്യത്തിന്റെ സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കുന്ന ഈ അമ്മമാരുടെ കൂട്ടായ്മ ഏവർക്കും വലിയൊരു മാതൃകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 200 പേർക്ക് വലപ്പാട് മണപ്പുറം ഫൗണ്ടേഷൻസിന്റെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായ വിതരണം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം നാട്ടിക SN ഹാളിൽ വെച്ച് നാട്ടിക MLA ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി അധ്യക്ഷനായി. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ്, മണപ്പുറം ഹോം ഫിനാൻസ് ജനറൽ മാനേജർ സുരേഷ് P, മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ഷിനിത VD എന്നിവർ സംസാരിച്ചു. മണപ്പുറം ഫൗണ്ടേഷന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി മണപ്പുറം ഹോം ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് എന്നിവരുമായി സഹകരിച്ചുകൊണ്ടാണ് ചികിത്സാ ധനസഹായ പദ്ധതി നടപ്പിലാക്കിയത്. പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല, പ്രയാസങ്ങളില്ലാത്ത വ്യക്തികളില്ല, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അവർക്ക് വേണ്ടി കൈത്താങ്ങാണ് മണപ്പുറം ഫിനാൻസ്. ഞാൻ അദ്ദേഹത്തിനെ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്, മുക്തകണ്ഠം അദ്ദേഹത്തെ നമിക്കുകയാണ്. ഒരു സർക്കാർ സംവിധാനത്തിൽ ഒരു MLAക്ക്, ഒരു വൈസ് പ്രസിഡന്റിനെ, ഒരു പ്രസിഡന്റിന്, ഒരു പഞ്ചായത്തിന് ചെയ്യാൻ പറ്റും. തൽക്കാലം ഒരു പരിഹാരം. ജീവിതത്തിന്റെ താളങ്ങൾ എത്രമാത്രം ഒന്നുമില്ല എന്ന് ചിന്തിക്കുകയും ഇനി എൻ്റെ ജീവിതം എങ്ങോട്ടെന്ന് ഓർമ്മിക്കുന്നവർക്കും ഞാൻ മുന്നോട്ട് എന്നോട് പറയുന്നു, മണപ്പുറം ഫിനാൻസ് എന്ന് നമ്മുടെ അദ്ദേഹത്തിനെ പോലുള്ള, അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഷ്മേച്ചെ പോലുള്ള ഞാൻ പല ഘട്ടങ്ങളിലും 2 പേരെയും സന്ദർശിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഈ മണപ്പുറത്തിൻ്റെ എല്ലാ നിലയിലും എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസി ഉപയോഗിച്ച് CPM നേതാക്കൾക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നു എന്നാരോപിച്ച് CPIM നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ, KR സീത, നാട്ടിക ലോക്കൽ സെക്രട്ടറി KB ഹംസ, ലോക്കൽ കമ്മിറ്റി അംഗം രജനി ബാബു എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിന് TV ശ്രീജിത്ത്, AM ദിൽഷാദ്, CK ശിവരാജൻ, AN സുധീർ, ജിജേജ് PP, രാധാകൃഷ്ണൻ PV എന്നിവർ നേതൃത്വം നൽകി. കോടിക്കണക്കിന് രൂപ ഇത്തരം കേസുകളിൽ കൈക്കൂലി വാങ്ങിയെന്ന് ED തന്നെ കണ്ടെത്തി. കൊച്ചി ED ഓഫീസിന്റെ കമ്മീഷണറായിരുന്ന ഉദ്യോഗസ്ഥനെ ഇവിടെ നിന്ന് പിന്നീട് സ്ഥലം മാറ്റിയത് ഗുവാഹത്തിയിലേക്ക്, ആസാമിലേക്കാണ്. ഒരു വെള്ളാനയായി EDയെ സംഘപരിവാർ ഉപയോഗപ്പെടുത്തുകയാണ്. കേരളത്തിന് പുറത്ത് EDക്കെതിരായി കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ, സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്താൽ, അവരെ പ്രതിയാക്കിയാൽ ED മോശം. എന്നാൽ പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്താൽ, AC മൊയ്തീന്റെ വീട് റെയ്ഡ് ചെയ്താൽ, കെ രാധാകൃഷ്ണനെ പ്രതിയാക്കിയാൽ, എം വർഗീസിനെ പ്രതിയാക്കിയാൽ
ഈടി വളരെ നല്ലത് എന്ന് പറയുന്ന അവസരവാദ രാഷ്ട്രീയത്തിന്റെ പ്രസ്ഥാനന്മാരായി ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി കോൺഗ്രസ് മാറുക. തൃപ്യാർ ശ്രീവിലാസ് യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാനും അധ്യാപകനുമായ ഗിരീശൻ മാസ്റ്റർ നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് സ്വപ്ന രാജീവ് അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് അശ്വതി ശ്യാംലാൽ, ആന്റി നാർക്കോട്ടിക് ക്ലബ് കൺവീനർ KV പ്രവീൺ, സ്റ്റാഫ് സെക്രട്ടറി ഷൈൻ VG എന്നിവർ സംസാരിച്ചു. നമ്മുടെ ജീവിതത്തെ നിങ്ങൾക്ക് ജീവിതം നന്നാവാനാണോ ഇഷ്ടം, മോശമാണ് ജയിക്കാനാണോ ഇഷ്ടം, എപ്പോഴും തോൽക്കാനാണോ ഇഷ്ടം, ബോധം ഉണ്ടാവാനാണോ ഇഷ്ടം, ബോധം ഇല്ലാതിരിക്കാനാണോ ഇഷ്ടം? അപ്പൊ ലഹരി എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തില്. നല്ല നമ്മളെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല നല്ല ലഹരികൾ. അതൊന്നും പുസ്തക വായന അല്ലേ, പാഠപുസ്തകം വായിക്കും. പുസ്തക വായന നല്ല ലഹരിയാണ്. ഇടവേള. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് വീട്ടുപകരണങ്ങൾ കോതുകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ. ഏതെടുത്താലും 189 രൂപ മാത്രം. ടോയ്സ് ഗിഫ്റ്റ്സ്, ടെഡി ബെയർ, ലേഡീസ് ഹാൻഡ് ബാഗ്, ടെഡി ബാഗ്, സ്കൂൾ ബാഗ്, സ്റ്റീൽ പാത്രങ്ങൾ, അലൂമിനിയം പാത്രങ്ങൾ, ഇൻഡോലിയം പാത്രങ്ങൾ, മറ്റു വെറൈറ്റികൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, വാൾ ക്ലോക്ക്, ചെരുപ്പുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ വെറും 189 രൂപ മാത്രം. വിലക്കുറവിന്റെ ഷോപ്പിംഗ് മാമാങ്കം അനുഭവിച്ചറിയുവാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് വീട്ടുപകരണങ്ങൾ കോതുകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് 4 വരെ മാത്രം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. തൃപ്രയാർ അർച്ചന സിൽക്സിലും വാടാനപ്പള്ളി അർച്ചന സിൽക്സിലും 50-ൽ പരം തൊഴിലവസരങ്ങൾ. ബില്ലിംഗ് സ്റ്റാഫ്, സെയിൽസ് സ്റ്റാഫ്, വെൽക്കം ഗേൾസ്, സൂപ്പർവൈസർ, വീഡിയോ പ്രസന്റർ, മാനേജർ തസ്തികകളിലേക്കാണ് ഒഴിവുകളുള്ളത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബയോഡേറ്റ അയയ്ക്കുക. ഫോൺ 9447130824. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരങ്ങളോടനുബന്ധിച്ച് NES കോളേജിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കോളേജിലെ കായികോത്സാഹം വളർത്തുകയും വിദ്യാർത്ഥികളിൽ കൂട്ടായ്മയും കായിക മനോഭാവവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മത്സരം. നാഷണൽ വോളിബോൾ റഫറിയും NES കോളേജ് അധ്യാപകനുമായ V ശശിധരൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ NC അനീജ, അധ്യാപകരായ ലതിമോൾ V, സ്മിത NR, ദീപ MB, ലിജന ജെയിൻ, ഹന്ന അമൽ, അപർണ VA, ശില്പ TS, ശ്രീജിത എന്നിവർ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ഒരു ലഹരിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ കോളേജിലും ധാരാളം ഫുട്ബോൾ കളിക്കാരുണ്ട്. നല്ലൊരു ഫുട്ബോൾ ടീം നമ്മുടെ കോളേജിലുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിലെ D സോണിലൊക്കെ മത്സരിക്കുന്നതിനുള്ള പ്രാപ്തിയായിട്ടുള്ള നല്ലൊരു ടീം നമ്മുടെ ഫുട്ബോൾ ടീം കോളേജിലുണ്ട്. കഴിഞ്ഞ 2-3 കൊല്ലങ്ങളിലായിട്ട് നമ്മൾ മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞ വർഷം നമ്മൾ ഏകദേശം ക്വാർട്ടർ ഫൈനലിൻ്റെ അടുത്ത് വരെ എത്തി. അങ്ങനെ നല്ലൊരു ടീം നമുക്ക് ഫുട്ബോളിൽ ഈ കോളേജിലുണ്ട്. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ ഈ വർഷത്തെ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം ശനിയാഴ്ച ബാങ്കിന്റെ വലപ്പാട് ഹെഡ് ഓഫീസിൽ നടക്കും. ചടങ്ങിൽ ബാങ്കിന്റെ മൊബൈൽ ആപ്പ് സമർപ്പണവും നടക്കും. തീരദേശ മേഖലയിൽ ഏറ്റവും വിപുലമായ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണമാണ് നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റേതെന്ന് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് തൃപ്പയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം സ്റ്റേറ്റ്, CBSE, ICSE തലം SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിൽ A+, A1 നേടിയ വിദ്യാർത്ഥികൾക്കൊപ്പം 100% വിജയം നേടിയ സ്കൂളുകൾക്കും അവാർഡുകൾ സമ്മാനിക്കും. ശ്രീനാരായണപുരം മുതൽ ഏങ്ങണ്ടിയൂർ ഉൾപ്പെടുന്ന 10 ഗ്രാമപഞ്ചായത്തുകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ളതാണ് നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ അവാർഡുകൾ. ക്യാഷ് അവാർഡിനൊപ്പം ഗിഫ്റ്റ്, മൊമെന്റോ എന്നിവയും ഉൾപ്പെടുന്നതാണ് അവാർഡ്. 18-ന് ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് വലപ്പാടുള്ള ബാങ്കിന്റെ ഹെഡ് ഓഫീസിലാണ് അവാർഡ് സമർപ്പണം നടക്കുക. കവി മുരുകൻ കാട്ടാക്കട വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം ഉദ്ഘാടനം ചെയ്യും. IT വിദഗ്ധനായ ദീപക് പച്ച NFCRB M-Score എന്ന ബാങ്കിന്റെ സ്വന്തം മൊബൈൽ ആപ്പിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. ബാങ്കിന്റെ സേവനങ്ങൾ കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതാണ് മൊബൈൽ ആപ്പ് സംവിധാനം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA സജിത, മതിലകം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ രമേശ് ബാബു, രഞ്ജില ഗിരി, തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ P രാമചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളാകുമെന്നും ബാങ്ക് പ്രസിഡന്റ് അറിയിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് MG സുഭാഷ്, സെക്രട്ടറി ഇൻചാർജ് KR ധർമ്മജ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ബാങ്ക് പരിധിയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് അനുമോദിക്കുകയാണ്. തീരദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ അവാർഡായി റൂറൽ ബാങ്കിൻ്റെ അവാർഡ് വിതരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ ശനിയാഴ്ച ജൂലൈ 18-ന് വൈകിട്ട് 3 മണിക്ക് കേരളത്തിൻ്റെ പ്രശസ്തനായ കവി ശ്രീ മുരുകൻ കാട്ടാക്കടയാണ് അതിൻ്റെ വിതരണോദ്ഘാടനം നിർവഹിക്കുന്നത്. നാലമ്പല തീർത്ഥാടനത്തിന്റെ ഭാഗമായി തൃപ്പയാർ ക്ഷേത്രത്തിൽ തൃശൂർ റൂറൽ SP സന്ദർശനം നടത്തി. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നാലമ്പല തീർത്ഥാടനത്തിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായാണ് റൂറൽ SP മുഹമ്മദ് നദീമുദ്ദീൻ എത്തിയത്. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സലീഷൻ ശങ്കരൻ, തൃപ്പയാർ ദേവസ്വം മാനേജർ വിനീത, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ബിനു, വലപ്പാട് SHO K അനിൽകുമാർ, SIമാരായ നൂറുദ്ദീൻ, ശ്രീധരൻ എന്നിവരും ക്ഷേത്രത്തിലെത്തിയിരുന്നു. പെരിങ്ങോട്ടുകര കിഴക്കുമുറി വേളേക്കാട്ട് മേച്ചേരി തമ്പുരാൻ ശ്രീ ഭദ്രകാളി വിഷ്ണുമയ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ആയില്യം പൂജ നടത്തി. രാവിലെ നിർമ്മാല്യ ദർശനം, അഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. തുടർന്ന് ആയില്യ പൂജ, പാലന്നൂറ് സമർപ്പണം, വിശേഷാൽ സർപ്പ പൂജകൾ എന്നിവയുണ്ടായി. ക്ഷേത്ര മേൽശാന്തി സുധീഷ്, സഹകാർമ്മികരായ സനൂപ് ശാന്തി, പ്രതീഷ് എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി വേളേക്കാട്ട് രാജപ്പൻ നേതൃത്വം നൽകി. Om Namah Shivaya, Om Namah Shivaya. Om Namah Shivaya, Om Namah Shivaya, Om Namah Shivaya, Om Namah Shivaya. കാഞ്ഞാണി സെൻട്രൽ ലയൺസ് ക്ലബ്ബ് 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്ത പ്രസിഡന്റ് MS പ്രദീപ്, സെക്രട്ടറി AJ ഹിമൽ, ട്രഷറർ MV മനോഹരൻ എന്നിവർ ചുമതലയേറ്റു. കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വിമൽ വേണു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് KN സോമകുമാർ ക്ലബിന്റെ ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചു. അന്തികട് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ എയർബഡ്, ഡയപ്പർ, മറ്റ് അവശ്യ സാമഗ്രികൾ എന്നിവ വിതരണം ചെയ്തു. മേച്ചേരിപ്പടി ഗ്രാമഭാരതി ബാലികാ സദനത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള സഹായധനം ചടങ്ങിൽ കൈമാറി.
പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്ത്, ക്യാബിനറ്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ, ഡിസ്ട്രിക്ട് സെക്രട്ടറി MC മദനകുമാർ, റീജിയണൽ ചെയർപേഴ്സൺ പീതാംബരൻ രാരമ്പത്ത്, സോൺ ചെയർമാൻ രാജൻ ജോസ് എന്നിവർ സംസാരിച്ചു. പല രീതിയിലുള്ള പ്രോജക്ട്സുകൾ നമ്മൾ എല്ലാ ലയൺസ് ക്ലബും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വെങ്കിടങ്ങ സെൻറ്ററിലും അതുപോലെ തന്നെ ഇന്നലെ ഏങ്ങണ്ടിയൂർ പോയപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യം, നമ്മൾ ഏത് വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടുത്തെ നിയമങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കാൻ തയ്യാറാണ്. ഉദാഹരണത്തിന് നമ്മളൊരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പൊതുസ്ഥലത്ത് നമ്മൾ തുപ്പില്ല, അല്ലെങ്കിൽ പുകവലിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അനുവദിക്കുന്ന സ്ഥലത്ത് മാത്രമേ പുകവലിക്കുള്ളൂ. പുകവലിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കുറ്റി അനാവശ്യമായിട്ട് വേസ്റ്റ് ബിന്നല്ലാതെ വേറെ എവിടെയും വലിച്ചെറിയില്ല. പേപ്പറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കവേഴ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പുറത്ത് വെറുതെ വേസ്റ്റായിട്ട് ഇടില്ല. അതെല്ലാം വേസ്റ്റ് ബിന്നിൽ മാത്രമേ നിക്ഷേപിക്കുള്ളൂ. ഇങ്ങനെ ഒരുപാട് ചിട്ടകൾ നമ്മൾ കൃത്യമായി വിദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ പാലിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നാൽ നമുക്ക് ഇതൊന്നും പാലിക്കേണ്ടതായിട്ടില്ല എന്നുള്ള ഒരു തോന്നലാണ് നമ്മളുടെ എല്ലാവരുടെയും പെരുമാറ്റം. ഒരിടവേള കൂടി. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to Calicut University, approved by Government of Kerala, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ തൃശൂർ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ ലോക ഇമോജി ദിനാചരണം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് KC വാസു മെമ്മോറിയൽ ഹാളിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ പ്രിയ സുനിൽകുമാർ അധ്യക്ഷയായി. ഇമോജിക്കപ്പുറം വികാര നിയന്ത്രണവും സുരക്ഷിതമായ ഡിജിറ്റൽ ആശയവിനിമയവും എന്ന വിഷയത്തിൽ തൃശൂർ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് സർവീസ് പ്രൊവൈഡർ വിനീത KN ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സാമൂഹിക വികസന ഉപസമിതി കൺവീനർ നിഖിത, കമ്മ്യൂണിറ്റി കൗൺസിലർ ഉമാ VU, CDS വൈസ് ചെയർപേഴ്സൺ ബേബി രാജൻ എന്നിവർ സംസാരിച്ചു. അതിൻ്റെ പരിമിതികളാണ് കൂടുതൽ പഠിക്കേണ്ടത് തോന്നുന്നു. അതിൻ്റെ അപകടങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിന്
ഗൂഗിൾ ചെയ്യുന്ന കാലത്തൊന്ന് മാറിപ്പോൾ എന്തിനെതിരെ ചാറ്റ് പോകുന്ന കാലമായി അല്ലേ അത് ചികിത്സിക്കാനും അല്ലേ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാനും അല്ലെങ്കിൽ പഠിക്കാനും പിന്നെ വലുതായാലും ചോദിക്കുകയാണ് ചാറ്റ് വെച്ചിട്ട് അമ്മ ചോദിക്കുന്ന ഭയങ്കര അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ ടേസ്റ്റ് മാറി. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശത്തിൻ പോരാട്ട പാതയിൽ സംഘടിക്കാം കരുത്തരാവാം എന്ന പ്രമേയത്തിൽ ഉണർവ് 2026 സംഘടനാ ക്യാമ്പയിൻ അനൗൺസ്മെന്റ് ഡേയും പ്രവർത്തക സമിതി യോഗവും 3 പീടിക ലീഗ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. ജൂലൈ 15 മുതൽ സെപ്റ്റംബർ 15 വരെ 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി വാർഡ് കൺവെൻഷനുകൾ, ശാഖാ സമാഗമം, മൊബിലൈസേഷൻ ക്യാമ്പ്, യൂത്ത് അസംബ്ലി, സ്റ്റുഡൻസ് മൂവ്മെന്റ്, ലേബർ മീറ്റ്, പ്രവാസി സംഗമം, കർഷക സഭ, ദളിത് ലീഗ് കൂട്ടായ്മ, വനിതാ വിംഗ് ഗ്യാതറിംഗ്, പഞ്ചായത്ത് സമ്മിറ്റ്, ക്യാമ്പയിൻ സമാപനം എന്നിവ നടക്കും. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് SA സിദ്ദീഖ് ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PT മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്കരിയ, നിയോജക മണ്ഡലം ഭാരവാഹികളായ TK ഉബൈദു, പുത്തംകുളം സെയ്ദു ഹാജി, PM സൈനുദ്ദീൻ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KK അഫ്സൽ, TK അലി തുടങ്ങിയവർ സംസാരിച്ചു. സുവർണ കാലഘട്ടം 2025-26 2025 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിന് വിജയിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം ഒരു മെമ്പറെ കൂടുതലായി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന പഞ്ചായത്താണ് കയ്പമംഗലം. അതോടൊപ്പം മറ്റൊരു കാര്യം നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച 101 വീടിൽ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ വിവിധ ഉന്നതികൾ സന്ദർശിച്ച് പ്രദേശവാസികൾ നേരിടുന്ന അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ KK വത്സരാജ് MLA നേരിട്ട് വിലയിരുത്തി. LBS ഉന്നതിയും IHDP ഉന്നതിയുമാണ് MLA സന്ദർശിച്ചത്. സന്ദർശനത്തിനിടെ കുടിവെള്ളക്ഷാമം, മഴക്കാലത്ത് രൂക്ഷമാകുന്ന വെള്ളക്കെട്ട്, കാനയുടെ അഭാവം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ വിഷയങ്ങൾ പ്രദേശവാസികൾ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ എത്രയും വേഗം നടപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പരാതികൾ ശ്രദ്ധാപൂർവം കേട്ട MLA പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ഇടപെടൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദർശനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ്, വാർഡ് മെമ്പർ സീന ഇസ്മയിൽ എന്നിവർ MLAക്കൊപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ടെക്നിക്കൽ സൈഡ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻജിനീയർമാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. അത് ബ്ലോക്ക് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് AE വന്നിട്ട് അത് നോക്കി അവർ അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതിന് അതിൻ്റെ സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യം അത് വെച്ചിട്ട് നോക്കിയിട്ടാണ് പറയാൻ പറ്റുക. എന്തായാലും ഇവരുടെ പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാകാവുന്നതാണ്. വെള്ളക്കെട്ടുണ്ട്, കാന വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല, അത്തരം കാര്യങ്ങൾ. പിന്നെ കുടിവെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ സാധ്യമായ അത്ര ഇടപെടാൻ ശ്രമിക്കാമെന്നുള്ളതാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുണ്യമാസത്തിൽ ഭക്തിയുടെയും സംഗീതത്തിന്റെയും പുതിയൊരു ലോകം തീർത്ത് തൃപ്രയാറിലെ ഒരു കൂട്ടം അമ്മമാർ. നാലമ്പല തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ പരിശോധിക്കാൻ തൃപ്രയാർ ക്ഷേത്രത്തിൽ തൃശൂർ റൂറൽ SP സന്ദർശനം നടത്തി. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം ശനിയാഴ്ച നടക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.